ഹായ് ഓൾ, എല്ലാവർക്കും എജു കൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് +1 അക്കൗണ്ടൻസിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്ങിലെ ഫീച്ചേഴ്സ് ഓഫ് അക്കൗണ്ടിങ്, ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് സിസ്റ്റം, അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ടൈപ്സ്, പിന്നെ ഫീച്ചേഴ്സൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഈ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കാം. കാരണം ഈ അക്കൗണ്ടിങ് എന്താണ്, അക്കൗണ്ടിങ്ങിൻ്റെ അക്കൗണ്ടിങ് പ്രോസസ്സുകൾ, റെലവൻറ്റ് ആസ്പെക്ട്സ് ഓഫ് അക്കൗണ്ടിങ് ഒക്കെ നമ്മൾ ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണും. എന്നാലും നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സ്, ടൈപ്സ്, ഒബ്ജക്റ്റീവ്സ് ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള 3 ടൈപ്പാണ് നമ്മൾ പഠിക്കുന്നത്. ടൈപ്സ് ഓഫ് അക്കൗണ്ടുകൾ, പിന്നെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് അക്കൗണ്ടിങ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്, ഇതാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യം നമുക്ക് നോക്കുന്നത് ടൈപ്സ് ഓഫ് അക്കൗണ്ടാണ്. അക്കൗണ്ടിങ് എത്ര ടൈപ്സ് ഉണ്ട്, എത്ര രീതിയിലുള്ള അക്കൗണ്ടിങ് ഉണ്ട് നമ്മൾ നോക്കുന്നു. 1 ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, 2 കോസ്റ്റ് അക്കൗണ്ടിങ്, 3 മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. കാരണം അതിൻ്റെ പേരിൽ നിന്ന് നമുക്ക് ചെറിയൊരു സൂചന കിട്ടും. എന്നാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഈസ് എ ടൈപ്പ് ഓഫ് അക്കൗണ്ടിങ്. ഒരു ടൈപ്പാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ, ഒരു ടൈപ്പ് ഓഫ് അക്കൗണ്ട് ആണ്. ഇറ്റ് ഈസ് അക്കൗണ്ടിങ് വർക്ക് ഡൺ ഓൺ ഫിനാൻഷ്യൽ ഡാറ്റ ഓർ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. ഇവിടെ അക്കൗണ്ടിങ് സിസ്റ്റം അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രോസസ്സുകളായ അക്കൗണ്ടിങ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതും റെക്കോർഡിങ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള അക്കൗണ്ടിങ് പ്രോസസ്സ് ചെയ്യുന്നത് എന്തിൻ്റെ മുകളിലാണ്? ഡൺ ഓൺ ദി ഫിനാൻഷ്യൽ ഡാറ്റ ഓർ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. ഒരു കമ്പനിയിൽ, ഒരു ബിസിനസ്സിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഡാറ്റ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസിൻ്റെ മുകളിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇത്തരത്തിലുള്ള അക്കൗണ്ടിങ് പ്രോസസ്സുകൾ ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള ടൈപ്പ് ഓഫ് അക്കൗണ്ട് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയും. ഇറ്റ് ഈസ് ആൾസോ പ്രിപ്പയറിങ് എ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലാണ് കമ്പനിയുടെ ബിസിനസ്, ഇപ്പോൾ പാർട്ട്ണർഷിപ്പിൻ്റെ ആയാലും കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആയാലും അതേപോലെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ആയാലും വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനിയുടെയൊക്കെ ഒരു വർഷത്തിൻ്റെ എൻഡിൽ നമ്മൾ അതിൻ്റെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കുക. അതേപോലെ തന്നെ ബിസിനസ്സിൻ്റെ പൊസിഷൻ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള പൊസിഷൻ എവിടെയും നമ്മൾ കണ്ടുപിടിക്കുക. ഇതൊക്കെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്, ഫൈനൽ അക്കൗണ്ടുകളിലൂടെയാണ് ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് നമ്മൾ കിട്ടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ചെയ്യുന്നതുകൊണ്ടാണ്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് ആ വർഷം കണക്കാക്കാൻ വേണ്ടി സാധിക്കുന്നു. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ പൊസിഷൻ കാണാൻ വേണ്ടി നമ്മൾ ബാലൻസ് ഷീറ്റ്, ആ വർഷത്തിൻ്റെ ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലൂടെയാണ് നമുക്ക് ആ ബിസിനസ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, ഫിനാൻഷ്യൽ പൊസിഷൻ ഇപ്പോൾ ഹൈയിലാണോ, മോശമായിട്ടുള്ള അവസ്ഥയിലാണോ, നല്ല അവസ്ഥയിലാണോ, ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് ആയാലും ഫിനാൻഷ്യൽ ആയിട്ടുള്ള അസസ്മെൻറ്റിന്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള റിപ്പോർട്ടിങ്ങിനൊക്കെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സഹായിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഡാറ്റ, ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ ഡാറ്റയുടെ മുകളിൽ നമ്മൾ അക്കൗണ്ടിങ് പ്രോസസ്സ് നടത്തുകയാണ്. അക്കൗണ്ടിങ് പ്രോസസ്സ് നടത്തിയിട്ട് ഒരു റിസൾട്ട് നമ്മൾ ജനറേറ്റ് ചെയ്യും. എന്തായിരിക്കും റിസൾട്ട്? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, ഫിനാൻഷ്യൽ പൊസിഷൻ, ഫിനാൻഷ്യൽ അനലൈസ് ഒക്കെ നടത്തുക. ഫിനാൻഷ്യൽ അനലൈസ്, ഫിനാൻഷ്യൽ റിപ്പോർട്ടേഷൻ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള അത്തരത്തിലുള്ള വിവരങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇത്തരത്തിലൊക്കെ ഇന്ന അക്കൗണ്ടാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് നമ്മൾ പറയാം. ഇനി അടുത്തൊരു ടൈപ്പാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. അതിൻ്റെ വാക്കിൽ തന്നെ ഉണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ്. ഇവിടെ അക്കൗണ്ട് ചെയ്യുന്നത് കോസ്റ്റാണ്. എന്തിൻ്റെ കോസ്റ്റാണ്? വാരിയസ് പ്രൊഡക്റ്റിൻ്റെ, ഒരു കമ്പനി ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് നമ്മൾ, അതിൻ്റെ കോസ്റ്റ് മീൻസ് ചിലവ് നമ്മൾ പ്രീ ഡിറ്റർമിൻ ചെയ്യുക. അതായത് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ കോസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യുക. ഇപ്പോൾ ഇത്ര ഒരു പ്രത്യേക കിലോഗ്രാം പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ അതിന് 25,000 അല്ലെങ്കിൽ 25 lakhs പറഞ്ഞൊരു ഇപ്പോൾ ഒരു കോസ്റ്റ് നമ്മൾ കോസ്റ്റ് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് സെറ്റ് ചെയ്യുക. സ്റ്റാൻഡേർഡ് പറഞ്ഞാൽ പ്രീ ഡിറ്റർമിൻഡ്, പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിയുന്നതിന് മുന്നേ തന്നെ അത് ഉണ്ടാക്കാനായിട്ട് വരുന്ന ചിലവ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുക.
അപ്പം അതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലൂടെ നമ്മൾ ചെയ്യുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ് അസിസ്റ്റ് ഇൻ അനലൈസിങ് ദ എക്സ്പെൻഡിച്ചർ ഓഫ് അസർട്ടൈനിങ് ദ കോസ്റ്റ് ഓഫ് വാരിയസ് പ്രൊഡക്ട്സ് മാനുഫാക്ചേർഡ് ഓർ സർവീസ് റെൻഡേർഡ് ബൈ ദ ഫേം ആൻഡ് ഫിക്സേഷൻ പ്രൈസ് ദെയർ ഓഫ്. ഇറ്റ് ഈസ് ആൾസോ ഹെൽപ്പ് ഇൻ കൺട്രോളിങ് ദ കോസ്റ്റ്. അപ്പം അങ്ങനെ പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു പ്രൊഡക്റ്റിൻ്റെ വേരിയസ് പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതൊരു കൺട്രോളിങ് സിസ്റ്റമാണ് അല്ലേ. നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിയുമ്പോൾ ആ സ്റ്റാൻഡേർഡിനേക്കാൾ മുകളിലാണെങ്കിൽ നമ്മൾ അതിനെ കൺട്രോൾ ചെയ്തിട്ട് പല മെഷേഴ്സും ഇതൊക്കെ എടുത്തിട്ട് നമ്മൾ ആ സ്റ്റാൻഡേർഡ് ആക്കാൻ മാറ്റാൻ വേണ്ടി ശ്രമിക്കും. ഇത്തരത്തിലൊരു കൺട്രോളിങ് സിസ്റ്റമാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഡിഗ്രി ലെവലിലൊക്കെ നിങ്ങൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങൾ പ്രോബ്ലംസ് ആയിട്ട് ചെയ്യും. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു കൺട്രോളിങ് ടൂളാണ്. കോസ്റ്റ് അക്കൗണ്ടിൽ എന്താണ്, ഒരു കമ്പനിയുടെ വാരിയസ് പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് നമ്മൾ പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട് സെറ്റ് ചെയ്യുക, സ്റ്റാൻഡേർഡ് ആയിട്ട് മുന്നേ തന്നെ സെറ്റ് ചെയ്യുക ആണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലൂടെ ചെയ്യുന്നത്. ഇനി അടുത്തത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഡീൽസ് വിത്ത് ദി പ്രൊവിഷൻ ഓഫ് നെസസറി അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ടു പീപ്പിൾ വിത്തിൻ ദ ഓർഗനൈസേഷൻ ടു എനേബിൾ ദം ഇൻ ഡിസിഷൻ മേക്കിംഗ്, പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ബിസിനസ് ഓപ്പറേഷൻസ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷനിലെ ഉള്ളിലുള്ള എംപ്ലോയീസ് ആയാലും മാനേജീരിയൽ ഡിസിഷൻസ്, മാനേജീരിയൽ ഡാറ്റ, മാനേജീരിയൽ ഇൻഫർമേഷനെ നമ്മൾ അക്കൗണ്ടിങ് പ്രോസസ്സിന് വിധേയമാക്കിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് നമ്മൾ ബിസിനസ്സിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്നുണ്ട്, ബിസിനസ്സിൻ്റെ പ്ലാനിങ്ങിന് സഹായിക്കുന്നുണ്ട്, ബിസിനസ് ഓപ്പറേഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. അതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. മാനേജീരിയൽ ഡാറ്റ അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ ഇങ്ങനെ മാനേജ്മെൻറ്റിൻ്റെ ഡാറ്റ ഇൻപുട്ടായിട്ട് വെച്ചുകൊണ്ട് ഒരു റിസൾട്ട് നമ്മൾ ജനറേറ്റ് ചെയ്യും. അക്കൗണ്ടിങ് പ്രോസസ്സിൻ്റെ വിധേയമായിട്ട് റിസൾട്ട് നമ്മൾ ജനറേറ്റ് ചെയ്യും. എന്തിനാ സഹായിക്കുക മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്? ഡിസിഷൻ മേക്കിങ്ങിന്, ബിസിനസ്സിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിനെ സഹായിക്കുന്നുണ്ട്, പ്ലാനിങ്ങിനെ സഹായിക്കുന്നുണ്ട്, ബിസിനസ് ഓപ്പറേഷൻസ് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഡീൽസ് വിത്ത് ദി പ്രൊവിഷൻ ഓഫ് നെസസറി അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ടു പീപ്പിൾ വിത്തിൻ ദ ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള പീപ്പിൾസിൻ്റെ നെസസറി ആയിട്ടുള്ള ഇൻഫർമേഷൻ, ആവശ്യമായിട്ടുള്ള അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് നമ്മൾ എടുത്ത് ഡാറ്റയായിട്ട് ഇൻപുട്ടായിട്ട് എടുത്തിട്ട് അക്കൗണ്ടിങ് പ്രോസസ്സുകൾ ചെയ്തിട്ട് ഒരു കൺക്ലൂഷൻ, ഒരു റിസൾട്ടിലേക്ക് എത്തിക്കും. ആ റിസൾട്ട് ഡിസിഷൻ മേക്കിങ്ങിനും പ്ലാനിങ്ങിനും ബിസിനസ് ഓപ്പറേഷൻ കൺട്രോൾ ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അപ്പം ഇതിൻ്റെ മീനിങ് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഇതിൽ ഇംഗ്ലീഷിൽ തന്നെ നിങ്ങളുടേതായിട്ടുള്ള അതിൻ്റെ മീനിങ്ങിൽ കൺവേർട്ട് ചെയ്ത് എഴുതാനായിട്ട് ശ്രമിക്കുക. ഇതേപോലെ തന്നെ കാണാതെ പഠിച്ച് എഴുതേണ്ട ആവശ്യമില്ല, അത് ശീലമാക്കരുത്. നമ്മൾ മീനിങ് നല്ലതായി മനസ്സിലാക്കിയിട്ട് എക്സാമ്പിൾസും ഇതൊക്കെ വെച്ചിട്ട് ഐഡിയ നമ്മൾ ഇംഗ്ലീഷിൽ കൺവേർട്ട് ചെയ്ത് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ എഴുതി ശീലിക്കുക. അപ്പോൾ 3 ടൈപ്പ് അക്കൗണ്ടുകളാണ് നമ്മൾ പഠിച്ചത്. എന്താണ് 3 ടൈപ്പ് അക്കൗണ്ടുകൾ? ഒന്ന് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, 2 കോസ്റ്റ് അക്കൗണ്ടിങ്, 3 മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഒക്കെ അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഫിനാൻഷ്യൽ ഡാറ്റയും നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഫിനാൻഷ്യൽ പൊസിഷനൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സഹായിക്കുന്നുണ്ട്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് നമ്മൾ പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് സെറ്റ് ചെയ്യുക, അതിൻ്റെ പ്രൈസൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പോൾ അതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. ഒരു കൺട്രോളിങ് ടൂളാണ്. കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി കോസ്റ്റ് അക്കൗണ്ടിങ് സഹായിക്കുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ കോറായിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. ഇനി 3 മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷനുള്ളിലുള്ള വ്യക്തികൾ, എംപ്ലോയീസ് ആയാലും മാനേജ്മെൻറ്റിൻ്റെ നെസസറി ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ ഇൻപുട്ടായി വെച്ചുകൊണ്ട് അക്കൗണ്ടുകൾ തയ്യാറാക്കുക. അപ്പം എന്നിട്ട് ഒരു റിസൾട്ട് ജനറേറ്റ് ചെയ്യുക. എന്തിനെ സഹായിക്കും? ഡിസിഷൻ മേക്കിങ്ങിനെ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്ലാനിങ്ങിന്, ബിസിനസ് ഓപ്പറേഷൻസിനൊക്കെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സഹായിക്കുന്നത്. 3 ടൈപ്പ് അക്കൗണ്ടുകൾ മനസ്സിലാക്കി വെക്കുക. ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്. ഇനി അടുത്തത് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇത് ചോദിക്കുന്നത്. എന്താണ്? റിലയബിലിറ്റി, റെലവൻസ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി ആൻഡ് ദെൻ കമ്പയറബിലിറ്റി. അപ്പോൾ എന്താണ് റിലയബിലിറ്റി? റിലയബിലിറ്റി മീൻസ് മലയാളം വിശ്വസ്തത എന്നാണ്. റെലവൻസ് മീൻസ് പ്രാധാന്യം. അണ്ടർസ്റ്റാൻഡബിലിറ്റി പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ കമ്പയറബിലിറ്റി എന്ന് പറയുമ്പോൾ താരതമ്യപ്പെടുത്താൻ വേണ്ടി കഴിയുന്നത്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ക്വാളിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ്, നമ്മൾ തയ്യാറാക്കുന്ന അക്കൗണ്ടിങ് സിസ്റ്റത്തിന് വേണ്ട ഗുണങ്ങളാണ് നമ്മൾ പറയുന്നത്. നമ്മളൊരു അക്കൗണ്ടിങ് സിസ്റ്റം ഒരു അക്കൗണ്ടിങ് വർക്ക് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്തു, നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ജേർണൽ എൻട്രി എഴുതി,
പിന്നെ നമ്മൾ ലെഡ്ജർ തയ്യാറാക്കി, ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി ലെഡ്ജർ തയ്യാറാക്കി. അപ്പോൾ ഇത്തരത്തിലുള്ള അക്കൗണ്ടുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങളാണ്. ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗുണമായിട്ട് റിലയബിലിറ്റിയാണ് വരുന്നത്. റിലയബിലിറ്റി മീൻസ് വിശ്വസ്തത. എന്താണ് വിശ്വസ്തത എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ്ങിൻ്റെ റിലയബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു അക്കൗണ്ടിങ് വർക്ക് ചെയ്യുന്ന അക്കൗണ്ടൻറ്റ് അദ്ദേഹത്തിൻ്റെ ഊഹത്തിനോ അദ്ദേഹത്തിൻ്റെ സങ്കല്പങ്ങൾക്കോ നമ്മൾ ഓരോ ഫിനാൻഷ്യൽ ഡാറ്റയുടെ എമൗണ്ടുകൾ എഴുതുകയാണ്, അസസ് ചെയ്യുകയാണ്. അപ്പോൾ അത് ഒരു റിലയബിലിറ്റി ഇല്ല അല്ലേ, അവിടെ റിലയബിലിറ്റി മിസ്യൂസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. കൃത്യമായിട്ടുള്ള എവിഡൻസ് വെച്ചുകൊണ്ട് ഫിനാൻഷ്യൽ ഡാറ്റ നമ്മൾ അനലൈസ് ചെയ്യുക. അത്തരത്തിൽ അക്കൗണ്ടിങ് പ്രോസസ്സ് ചെയ്യുമ്പോഴാണ് അതിന് റിലയബിലിറ്റി ഉണ്ടാകുന്നത്. റിലയബിലിറ്റി മീൻസ് യൂസേഴ്സ് മസ്റ്റ് ബി ഏബിൾ ടു ഡിപ്പെൻഡ് ഓൺ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ്. അക്കൗണ്ടിങ് ഇൻഫർമേഷൻസിന് ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. അതായത് എവിഡൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ എഴുതാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ അക്കൗണ്ടൻറ്റിൻ്റെ ഫ്രീ ഫ്രം എറർ ആൻഡ് ബേസിസ് എന്ന് പറയുന്നുണ്ട്. റിലയബിൾ ഇൻഫർമേഷൻ should be free from error and verifiable with the help of evidence such as bills, receipts, etc. bills, receipts നൊക്കെ എവിഡൻസ് ആയ ബിൽസ്, റെസീപ്റ്റ്സ്, ഇൻവോയ്സ് ഒക്കെ നമ്മൾ എവിഡൻ്റ് ആക്കി വെച്ചുകൊണ്ടാണ് ഫിനാൻഷ്യൽ ഡാറ്റ നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ സെയിൽസ് ഒരു 10,000 നമ്മൾ ഒരു അക്കൗണ്ടൻറ്റ് അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിന് എഴുതുകയാണ്, വെറുതെ ഒരു എമൗണ്ട് 10,000 എഴുതുക. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ബിൽസ്, റെസീപ്റ്റ്സ്, ഇൻവോയ്സ് ഒക്കെ നോക്കുമ്പോൾ ഈ 10,000-നേക്കാൾ മുകളിലാണ്, അതായത് 60,000 അതേപോലെ 70,000 ഒക്കെയാണ് വരുന്ന ഒറിജിനലായിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള സെയിൽസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസസ്മെൻറ്റിന് അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിന് വെച്ചിട്ട് 10,000 ആണ് ഇത്. അപ്പോൾ ഒരാളുടെ സങ്കല്പത്തിനല്ല നമ്മൾ അക്കൗണ്ടിങ് വർക്കുകൾ ചെയ്യുന്നത്. കൃത്യമായിട്ടുള്ള എവിഡൻസ് വെച്ചിട്ടായിരിക്കണം ചെയ്യേണ്ടത്. റിലയബിൾ ആയിരിക്കണം, ഷുഡ് ബി റിലയബിൾ, വിശ്വസനീയമായിരിക്കണം എന്ന് തന്നെയാണ്. ഇനി രണ്ടാമത്തെയാണ് റെലവൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു ക്വാളിറ്റേറ്റീവാണ് റെലവൻസ്. റെലവൻസ് മീൻസ് ഇമ്പോർട്ടൻസ് എന്നാണ് അർത്ഥം. ഇമ്പോർട്ടൻസ്, പ്രാധാന്യം. അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് റെലവൻ്റ് ആയിരിക്കണം. അതേപോലെ തന്നെ റെലവൻറ്റ് ടൈമിന്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈമിന് നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. റൈറ്റ് പേഴ്സൺസും നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ടു ബി റെലവൻറ്റ്, ഇൻഫർമേഷൻ must be available in time. Therefore, accounting information is relevant if it can provide helpful information about past events and help in predicting future events. റിലവൻസ് എന്ന് പറയുമ്പോൾ റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ റെലവൻറ്റ് ടൈമിന്, റൈറ്റ് പേഴ്സൺസിന് ഡെലിവർ ചെയ്താൽ, കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ ബിസിനസ്സിന് അക്കൗണ്ടിങ് വർക്കിനോടുള്ള അല്ലെങ്കിൽ അക്കൗണ്ടിങ് റിസൾട്ടിനോടുള്ള റെലവൻറ്റ് ഉണ്ടായിരിക്കുള്ളൂ. അതേപോലെ തന്നെ അതിൻ്റെ യൂസേഴ്സിനും അതുകൊണ്ട് ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കണമെങ്കിൽ ആ റെലവൻറ്റ് ടൈമിൽ നമ്മൾ ഡെലിവർ ചെയ്യണം. ബിസിനസ്സിനും അതിനോടുള്ള ഗുണങ്ങൾ ഉണ്ടായിരിക്കണമെങ്കിൽ, അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കണമെങ്കിൽ അത് റെലവൻറ്റ് ടൈമിൽ ഡെലിവർ ചെയ്യണം. അപ്പോൾ റിലയബിലിറ്റി, റെലവൻ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്, ഒരു ക്വാളിറ്റിയാണ്, അക്കൗണ്ടിങ്ങിന് വേണ്ട ഒരു ക്വാളിറ്റി. ഇനി അണ്ടർസ്റ്റാൻഡബിലിറ്റിയാണ്, മനസ്സിലാക്കാൻ കഴിയണം. നമ്മൾ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോ കമ്പനിൻ്റെ ഓരോ അക്കൗണ്ടന്മാരും അവരുടേതായിട്ടുള്ള രീതിയിൽ, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അക്കൗണ്ടിങ് ഒരു റൂളോ ബേസിസോ ഇല്ലാതെ അക്കൗണ്ടിങ് വർക്കുകൾ ചെയ്യുമ്പോൾ കുറേ ഡാറ്റ അവിടെ ഒരു സ്ഥലത്ത് എഴുതുന്നു, കുറേ ഡാറ്റ വേറൊരു സ്ഥലത്ത് എഴുതുന്നു. അങ്ങനെ ഓരോരുത്തരും അവരുടേതായ ഇഷ്ടത്തിനനുസരിച്ച് ഒരു യൂണിറ്റ് ഇല്ലാതെ ചെയ്യുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയില്ല അല്ലേ. ഇപ്പം മാനേജർക്കായാലും അല്ലെങ്കിൽ എംപ്ലോയീസിനായാലും ഗവൺമെൻറ്റിനായാലും ടാക്സ് അതോറിറ്റിക്കായാലും ഒരു റിസൾട്ട് ജനറേറ്റ് ചെയ്യാനോ അത് മനസ്സിലാക്കാനോ കഴിയില്ല. കാരണം അവിടെ ഒരു യൂണിഫോമിറ്റി ഇല്ല. എല്ലാവരും ഒരേ ഒരു റൂളോ അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിൾസോ ഒരു സ്റ്റാൻഡേർഡോ ഒന്നും അനുസരിച്ചിട്ടല്ല അവിടെ അക്കൗണ്ടിങ് വർക്ക് ചെയ്യുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. അപ്പം അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു യൂണിഫോമിറ്റി നമ്മൾ കൊണ്ടുവരണം. ഒരു കോമൺ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസോ കോമൺ ആയിട്ടുള്ള റൂൾസോ കോമൺ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമ്മൾ അക്കൗണ്ടിങ് വർക്ക് ചെയ്യാൻ വേണ്ടി അക്കൗണ്ടിങ് വർക്ക് ചെയ്യണം. എന്നാലും നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഷുഡ് ബി റെക്കോർഡഡ്, പ്രസൻറ്റഡ് ആൻഡ് ഇൻ്റർപ്രറ്റഡ് സച്ച് എ വേ ദാറ്റ് ഷുഡ് ബി ഈസിലി അണ്ടർസ്റ്റുഡ് ബൈ ഇറ്റ്സ് യൂസേഴ്സ്. ഏത് വേയിൽ ചെയ്യുമ്പോഴാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ റെക്കോർഡ് ചെയ്യുന്നതും പ്രസൻറ്റ് ചെയ്യുന്നതും ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതും സച്ച് എ വേ ഷുഡ് ബി ഈസിലി അണ്ടർസ്റ്റുഡ്. ഏത് വേയിൽ ചെയ്യുമ്പോഴാണ് ഒരു സ്റ്റാൻഡേർഡോ ഒരു പ്രിൻസിപ്പിൾസോ ഒരു യൂണിഫോമിറ്റി ആയിട്ടുള്ള വേയിൽ ചെയ്യുമ്പോഴാണ് ഇറ്റ് ഷുഡ് ബി അണ്ടർസ്റ്റബിൾ ആവുന്നത്, മോസ്റ്റ്ലി അണ്ടർസ്റ്റബിൾ ആവുന്നത് ഒരു യൂണിഫോമിറ്റി ബേസിസിൽ ചെയ്യുമ്പോഴാണ്. ഇനി കമ്പയറബിലിറ്റിയാണ്. കമ്പയറബിലിറ്റി മീൻസ് കമ്പയർ ചെയ്യാൻ, താരതമ്യം ചെയ്യാൻ വേണ്ടി കഴിയുന്നു. അണ്ടർസ്റ്റാൻഡബിലിറ്റി ഉണ്ടെങ്കിലേ നമുക്കത് കമ്പയർ ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. അണ്ടർസ്റ്റാൻഡബിലിറ്റി ഉണ്ടെങ്കിൽ ഒരു യൂണിഫോമിറ്റി വേണം. കമ്പയറബിലിറ്റി ഉണ്ടെങ്കിലും കമ്പയർ ചെയ്യണമെങ്കിൽ ഒരു യൂണിഫോമിറ്റി വേണം. ഇപ്പം നമ്മുടെ ഒരു
നമ്മുടെ കമ്പനിയുടെ അക്കൗണ്ടിങ് വർക്കുകൾ നമ്മൾ വേറൊരു കമ്പനി കോമ്പറ്റീറ്റേഴ്സിൻ്റെ അക്കൗണ്ടിങ് വർക്കുകളായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ രണ്ടും ഒരേ പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിൽ ഇതാക്കുമ്പോൾ ഒരേ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുമ്പോഴേ നമുക്കത് കമ്പയർ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. നമ്മുടെ ഈ വർഷം ഇത്ര പ്രോഫിറ്റ് ഉണ്ട്, അവരുടെ ഈ വർഷം പ്രോഫിറ്റ് കൂടുതലാണോ കുറവാണോ നോക്കണമെങ്കിൽ രണ്ടുപേരും ഒരേ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യണം, ഒരേ പ്രിൻസിപ്പിൾസും റൂൾസും ഫോളോ ചെയ്താൽ മാത്രം നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. കമ്പയറബിലിറ്റി മീൻസ് ദ യൂസർ ഷുഡ് ബി ഏബിൾ ടു കമ്പയർ ദ accounting information of an enterprise of the period either with the other with the accounting information of other enterprise. മറ്റുള്ള എൻ്റർപ്രൈസിൻ്റെ ആ പീരീഡിലെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസും നമ്മുടെ ആ പീരീഡിലെ അക്കൗണ്ടിങ് ഇൻഫർമേഷനും കമ്പയർ ചെയ്യാൻ വേണ്ടി കഴിയണം. അങ്ങനെ കമ്പയർ ചെയ്യാൻ വേണ്ടി കഴിയണമെങ്കിൽ ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരിക്കണം, അത് അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ളതാണ് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഒന്ന് റിലയബിലിറ്റി, വിശ്വസനീയമായിരിക്കണം. അതിൽ ഓർത്ത് വെക്കേണ്ട പോയിൻ്റാണ് ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം എറർ ആൻഡ് ബയാസിസ് എന്ന് പറയുന്നത്. അത് സങ്കല്പത്തിൽ നിന്നും തെറ്റുകളിൽ നിന്നും അത് ഫ്രീ ആയിരിക്കണം എന്നാണ്, ഒരു എവിഡൻസ് ഫോളോ ചെയ്യണം എന്നാണ്. ഇനി റെലവൻസ് എന്ന് പറയുമ്പോൾ അത് ഇമ്പോർട്ടൻസ് എന്നാണ്. റെലവൻ്റ് ആയിട്ടുള്ള ടൈമിന്, റെലവൻ്റ് ആയിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള പേഴ്സണ്, റൈറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ ഡെലിവർ ചെയ്യണം. ഇനി അണ്ടർസ്റ്റാൻഡബിലിറ്റി എന്ന് പറയുമ്പോൾ അത് ഷുഡ് ബി അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം, മനസ്സിലാക്കാൻ വേണ്ടി കഴിയണം. ഓരോ എലമെൻറ്റും നമുക്കതിന് റിസൾട്ട് ജനറേറ്റ് ചെയ്യാനും മനസ്സിലാക്കാനും വേണ്ടി കഴിയണം എന്നാണ്. ഇനി കമ്പയറബിലിറ്റി എന്ന് പറയുമ്പോൾ അത് മറ്റുള്ള എൻ്റർപ്രൈസ് ആയിട്ട് കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് അത് കമ്പയർ ചെയ്യാൻ വേണ്ടി കഴിയണം. കമ്പയർ ചെയ്യാൻ വേണ്ടി കഴിയണമെങ്കിൽ ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരിക്കണം എന്നാണ്. ഇതാണ് നമ്മൾ ക്വാളിറ്റേറ്റീവായിട്ട് പറയുന്നത്. ഇനി അടുത്ത ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. എന്തിനാണ് ഒരു ബിസിനസ്സിൽ അക്കൗണ്ടിങ്ങിനുള്ള പ്രാധാന്യം, ഇമ്പോർട്ടൻസ് എന്താണ്, ഒരു അക്കൗണ്ടൻറ്റിനുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, ഇതൊക്കെ എന്തിനാണ് ഒരു കമ്പനിയിൽ അക്കൗണ്ടിങ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ആവശ്യം എന്താണ്, അതിൻ്റെ ലക്ഷ്യം എന്താണ്, ആ കമ്പനിക്ക് അക്കൗണ്ടിങ് എങ്ങനെ സഹായിക്കുന്നു എന്നാണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ് ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്താണ്, അതിൻ്റെ എയിം എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് മെയിൻറ്റെയിൻസ് ഓഫ് റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. ഒരു ബിസിനസ്സിൽ നമുക്കറിയാം നിരവധിയായിട്ടുള്ള ഇവൻറ്റ്സ്, ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ്, ഇടപാടുകൾ വരില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഇടപാടുകൾ നമ്മൾ മോണിറ്ററി ആയിട്ടുള്ള ഈ ആക്ടിവിറ്റീസ്, മോണിറ്ററി ആയിട്ടുള്ള ഇവൻറ്റ്സ് നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതായിട്ട് വരും, അതിനെ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ റെക്കോർഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ വെറുതെ ഒരു രീതിയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യില്ല, സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യണം, ജേർണൽ എൻട്രി എഴുതി നമ്മളത് റെക്കോർഡ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു റെക്കോർഡ്, ഒരു ബുക്സ് ഓഫ് അക്കൗണ്ടുകളൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ് വർക്കുകൾ ബിസിനസ്സിനെ സഹായിക്കുന്നുണ്ട്. ബിസിനസ് ട്രാൻസാക്ഷൻസ് നമുക്ക് കൃത്യമായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ റെക്കോർഡ് ചെയ്ത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ് വർക്ക് സഹായിക്കുന്നുണ്ട്. ഇറ്റ് മെയിൻറ്റെയിൻ ദ റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. ബിസിനസ്സിലെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, നിലനിർത്താൻ വേണ്ടി, കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അക്കൗണ്ടിങ് ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. അതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഓരോ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ബിസിനസ് ട്രാൻസാക്ഷൻസിൻ്റെ കൃത്യമായിട്ടുള്ള റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുക. അക്കൗണ്ടിങ് വർക്ക് ഹെൽപ്പ് ടു റെക്കോർഡ് ദി ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ വേ ഓഫ് സിസ്റ്റമാറ്റിക് ആൻഡ് ക്രൊണോളജിക്കൽ ഓർഡർ. സിസ്റ്റമാറ്റിക് ആയിട്ടും ഒരു ക്രൊണോളജിക്കൽ ഓർഡറിൽ ഒരു റൂൾസും പ്രിൻസിപ്പിൾസും ഒരു ജേർണൽ എൻട്രി ഫോമിൽ നമ്മളത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട് ബിസിനസ് ട്രാൻസാക്ഷൻസ്. അപ്പം അത് അക്കൗണ്ടിങ്ങിലൂടെ നമുക്കതിന് സാധിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ ഓരോ ഒബ്ജക്റ്റീവ്സാണ് ബിസിനസ് ട്രാൻസാക്ഷൻസ് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുക എന്നുള്ളത്. ക്രൊണോളജിക്കൽ ഓർഡറിലും സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ, ജേർണൽ എൻട്രി ഫോമിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അക്കൗണ്ടിങ്. ഇനി അടുത്തത് കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. നമ്മൾ ടൈപ്സ് ഓഫ് അക്കൗണ്ട്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, പല അക്കൗണ്ടിങ്ങിലൊക്കെ നമ്മൾ പറഞ്ഞു പ്രോഫിറ്റ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി അക്കൗണ്ടിങ് സഹായിക്കുന്നുണ്ട്. ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ തയ്യാറാക്കുന്ന, ഫൈനൽ അക്കൗണ്ടുകൾ തയ്യാറാക്കുന്നതിലൂടെ, അതായത് ട്രേഡിങ് ആൻഡ് പ്രോഫിറ്റ് ലോസ് ഒക്കെ തയ്യാറാക്കുന്നതിലൂടെ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ആ വർഷം ഉണ്ടായെന്നൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ് സഹായിക്കുന്നുണ്ട്, ബിസിനസ്സിനെ സഹായിക്കുന്നുണ്ട്. ട്രേഡിങ് ആൻഡ് പ്രോഫിറ്റ് ലോസ് ഒക്കെ നമ്മളൊക്കെ വരും ക്ലാസ്സിൽ ഇനി പഠിക്കും, +1 നമ്മൾ പഠിക്കും. അക്കൗണ്ടിങ് വർക്ക് ഹെൽപ്പ് ടു ഫൈൻഡ് എ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓഫ് കമ്പനി ത്രൂ പ്രിപ്പയറിങ് എ ഫൈനൽ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അപ്പോൾ കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. ഇനി അടുത്തത് ഡിവിഷൻ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ആണ്. നമ്മൾ പറഞ്ഞ പ്രോഫിറ്റ് ഓർ ലോസ് കണക്കാക്കുന്ന സഹായിക്കുന്നതോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ പൊസിഷൻ
നമുക്ക് ഫൈൻഡ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യലായിട്ടുള്ള പൊസിഷൻ എവിടെയാണെന്ന് കണ്ടെത്താനും അക്കൗണ്ടിങ് സഹായിക്കുന്നുണ്ട്. എഫിഷ്യൻറ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഹെൽപ്പ് ടു ഫൈൻഡ് ആൻഡ് അനലൈസ് ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി കമ്പനി ത്രൂ പ്രിപ്പയറിംഗ് എ ബാലൻസ് ഷീറ്റ്. ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നതിലൂടെ ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കാനും സഹായിക്കുന്നുണ്ട്. ബാലൻസ് ഷീറ്റ് നമ്മൾ വരുന്ന ക്ലാസ്സുകളിലൊക്കെ തിയറി പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നതിലൂടെ ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കാൻ സഹായിക്കുന്നുണ്ട്. അക്കൗണ്ടിങ് ബിസിനസ്സിനെ സഹായിക്കുന്നുണ്ട്. ഇനി പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു യൂസേഴ്സ്. നമ്മൾ അക്കൗണ്ടിങ് പ്രോസസ്സിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു യൂസേഴ്സ്. അക്കൗണ്ടിങ്ങിൻ്റെ വിവരങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പാർട്ടീസ് ഉണ്ടായിരിക്കും, അറിയാൻ വേണ്ടി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള യൂസേഴ്സ് ഉണ്ടായിരിക്കും. അവർക്ക് വേണ്ടിയിട്ട് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് സിസ്റ്റത്തിലൂടെ ഒരു റിസൾട്ടിലേക്ക് എത്താനും ആ റിസൾട്ട് നമ്മൾ റെലവൻ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ടൈമിനനുസരിച്ച് റൈറ്റ് ആയിട്ടുള്ള പേഴ്സണനുസരിച്ച് റൈറ്റ് ടൈമിൽ റൈറ്റ് മെസ്സേജ് നമുക്ക് റൈറ്റ് ഇൻഫർമേഷൻ നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അക്കൗണ്ടിങ് വർക്കുകൾ ബിസിനസ്സിനെ സഹായിക്കുന്നുണ്ട്. അതിലൂടെ ഒരു ഡിസിഷൻ എടുക്കാനും പ്ലാൻ ചെയ്യാനൊക്കെ ബിസിനസ്സിനെ സഹായിക്കും. പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു യൂസേഴ്സിലേക്ക് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി കഴിയുന്നു. ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ്. അക്കൗണ്ടിങ് വർക്ക് ഹെൽപ്പ് ടു കമ്മ്യൂണിക്കേറ്റ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ടു ഇൻട്രസ്റ്റഡ് യൂസേഴ്സ്. അക്കൗണ്ടിങ് വർക്കിലൂടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള യൂസേഴ്സിനെ റെലവൻ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ് സഹായിക്കുന്നുണ്ട്. അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് ഒരു ബിസിനസ്സിൽ അക്കൗണ്ടുകൾ തയ്യാറാക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, പർപ്പസ് ആണെന്നൊക്കെ നമ്മൾ ഇതിലൂടെ നോക്കുന്നത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടുകൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. മെയിൻറ്റെയിൻ ദ റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. ബിസിനസ്സിലെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അവിടെ ക്രൊണോളജിക്കൽ ഓർഡറിലും സിസ്റ്റമാറ്റിക് ആയിട്ടും റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നെ കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ഓർ ലോസ് തയ്യാറാക്കുന്നതിലൂടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണെന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഡിപ്പിഷൻ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കാനും സഹായിക്കുന്നുണ്ട്. പ്രൊവൈഡ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ടു യൂസേഴ്സിന് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ റെലവൻ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അക്കൗണ്ടിങ് വർക്കുകൾ ബിസിനസ്സിനെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ബിസിനസ്സിൻ്റെ ഒരു ലാംഗ്വേജ് ആണ് അക്കൗണ്ടിങ്, നമ്മൾ ആദ്യത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് ക്വാളിറ്റീസ് കൊണ്ട് തന്നെയാണ് അതിനെ ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് ആണ് അക്കൗണ്ടിങ് എന്ന് പറയാനും കാരണം. അപ്പം അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട 3 ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒന്ന് ടൈപ്സ് ഓഫ് അക്കൗണ്ടുകളാണ്. 2 ക്വാളിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് ഓഫ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിച്ചു. പിന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് വർക്കിൻ്റെ പർപ്പസ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, എയിംസ്, ലക്ഷ്യം എന്താണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്, ഫസ്റ്റ് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഇനി അടുത്ത് നമ്മൾ ബേസിക് ആയിട്ടുള്ള ടേംസൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് അടുത്തൊരു ക്ലാസ് ആയിട്ട് വരും. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്സിൽ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷൻസിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതായിരിക്കും, നല്ല റിപ്ലൈ തരുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇനിയുള്ള ക്ലാസ്സുകൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓണാക്കി വയ്ക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ അത് അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കട്ടെ. താങ്ക് യു.